മോഹൻലാലിൻ്റെ കാലം കഴിഞ്ഞു. മോഹൻലാലിൻ്റെ സിനിമയൊന്നും ഇനി ആരും കാണാൻ പോകുന്നില്ല. മോഹൻലാലിനെ താടി വെച്ച് അഭിനയിച്ചാൽ എന്ത് കാര്യം, ഭാവങ്ങളൊന്നും മുഖത്ത് വരൂല എന്നൊക്കെ പറയുന്ന ആൾക്കാരെ നിങ്ങൾക്കറിയാമെങ്കിൽ ടിക്കറ്റ് എടുത്ത് തുടരും എന്ന് പറയുന്ന സിനിമ പോയി കാണാൻ പറയണം. ഇന്ന് ഞാനിപ്പോൾ രാവിലെ ഫസ്റ്റ് ഷോ തുടരും എന്ന് പറയുന്ന തരുൺ മൂർത്തി മോഹൻലാൽ സിനിമ പോയി കണ്ടു. എങ്ങനെയാണ് നമ്മൾ മോഹൻലാൽ എന്ന് പറയുന്ന നടനെ ബിഗ് സ്ക്രീനിൽ കാണാൻ ആഗ്രഹിക്കുന്നത്, അത് തന്നെ ബിഗ് സ്ക്രീനിൽ മോഹൻലാലിനെ കാണാം. നിങ്ങൾക്ക് കോമഡി വേണോ? ഉണ്ട്. ആക്ഷൻ വേണോ? ഉണ്ട്. നല്ല ഡയലോഗ്സ് വേണോ? ഉണ്ട്. ഫാമിലി ലൈഫ് വേണോ? ഉണ്ട്. ഇമോഷൻസ് വേണോ? ഉണ്ട്. ഹൃദയത്തിൽ തൊടുന്ന രീതിയിലുള്ള ഇമോഷൻസ്, ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചൊരു സിനിമ തുടരും. ഈ സിനിമ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ കാണുന്ന ഒരു ഫ്രെയിമുണ്ട് തുടരുമെന്ന് എഴുതി കാണിക്കുന്നത്. അവിടുന്ന് തുടങ്ങുകയാണ് ആ സിനിമയുടെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത്. അവിടുന്ന് ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് ക്ലൈമാക്സ് വരെ നമ്മൾ ബിഗ് സ്ക്രീനിൽ തന്നെ നോക്കിയിരിക്കുന്ന രീതിയിലൊരു പടം. വർഷങ്ങളായിട്ട് മോഹൻലാലിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു പടം. നല്ലൊരു ഡയറക്ടറിൻ്റെ കയ്യിൽ ഇന്നും മോഹൻലാലിനെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല പടം മോഹൻലാലിൻ്റെ കയ്യിൽ നിന്ന് വരും എന്ന് തെളിയിക്കുന്നതാണ് തുടരും എന്ന് പറയുന്ന പടം എന്ന് പറയുന്നത്. മോഹൻലാലിൻ്റെ പഴയ നമ്മൾ കണ്ടിട്ടുള്ള ക്യൂട്ട് എക്സ്പ്രഷൻസ്, കോമഡി, ഫാമിലി ലൈഫ്, ഈ അടുത്ത കാലത്ത് സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ പല സിനിമകളും കണ്ട് ഞാൻ മടുക്കാൻ തുടങ്ങിയായിരുന്നു. ഇപ്പം ബിഗ് ബഡ്ജറ്റ് കുറേ പടങ്ങൾ ഇറക്കി വെക്കും. ഇതിനൊന്നും ലൈഫും ഇല്ല, ഒരു കഥയില്ല, ഒരു ഇമോഷൻസും ഇല്ല, ഒന്നുമില്ല. അവിടുന്ന് കുറേ ആൾക്കാർ, ഇവിടുന്ന് കുറേ ആൾക്കാർ, പിന്നെ ഇടി ബഹളം, പുക. ഇതായിരുന്നു അടുത്ത കാലത്ത് വരെ ഇറങ്ങിക്കൊണ്ടിരുന്ന പല സിനിമകളും. എന്നാലും നമ്മളെല്ലാം കാത്തിരുന്നത് ഒരു ലൈഫുള്ള, ഒരു ഫാമിലി ലൈഫ്, ഇമോഷൻസ്, അവരുടെ ബന്ധങ്ങൾ, അതിനുശേഷമുള്ള ചില പ്രശ്നങ്ങൾ, അവരുടെ ലൈഫിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളൊക്കെ കാണാൻ കാത്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ തുടരുന്ന പറഞ്ഞ സിനിമ പോയി കാണുക കേട്ടോ. ഇപ്പം ഈ വെക്കേഷന് നിങ്ങൾക്ക് ആ ബിഗ് സ്ക്രീൻ നിങ്ങൾക്ക് നമ്മുടെ പഴയ മോഹൻലാലിനെ കാണാൻ പറ്റും. പുള്ളിക്കാരൻ്റെ റേഞ്ച് വേറെ ലെവൽ തന്നെയാണ് കേട്ടോ. ഇപ്പോഴും ഈ പ്രായത്തിൽ പുള്ളിക്കാരൻ്റെ ഒരു മാറ്റവും വന്നിട്ടില്ല. നല്ല പടം കിട്ടിക്കഴിഞ്ഞാൽ പുള്ളിക്കാരനെ അങ്ങ് വെച്ച് ചെയ്ത് കളയുന്നു. ശോഭനയുടെ ക്യാരക്ടറൊക്കെ നല്ല ശോഭനയുടെ ക്യാരക്ടർ, മണിയമ്പിള്ള രാജുവിൻ്റെ ക്യാരക്ടർ നല്ലതാണ്. അതുപോലെ ഇതിനകത്തൊരു നെഗറ്റീവ് റോൾ ചെയ്യുന്ന ഒരാളുണ്ട്. അത് ഏത് ക്യാരക്ടറാണെന്ന് ഞാൻ പറയുന്നില്ല, അത് നിങ്ങളങ്ങ് കണ്ടാൽ മതി. കാരണം ഒരു നെഗറ്റീവിലേക്കൊക്കെ പിന്നെയാണത് വരുന്നത്. പക്ഷെ കൊള്ളാം, ആ നെഗറ്റീവ് റോൾ ചെയ്തിരിക്കുന്ന ആൾ കൊള്ളാം. അതുപോലെ ബിനു പപ്പു എന്ന് പറയുന്ന നമ്മുടെ പപ്പുവിൻ്റെ മകൻ പോലീസായിട്ട് ഇതിനകത്ത് ചെയ്യുന്നുണ്ട്, നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ സിനിമയിൽ വളരെ ചെറിയ കാസ്റ്റാണെന്നുണ്ടെങ്കിലും അവരെ എല്ലാവരും വെച്ച് ഇവർ പണിയെടുപ്പിച്ചിട്ടുണ്ട്. എല്ലാവരിൽ നിന്നും 100% പെർഫോമൻസ് കിട്ടിയിട്ടുണ്ട്. നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോർ, നമ്മളത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളൊക്കെ വന്നിട്ട് അങ്ങോട്ട് പിരിമുറുക്കമൊക്കെ ഉണ്ടാക്കി നമ്മൾ ക്ലൈമാക്സ് എത്തി നിൽക്കാൻ നേരത്തൊരു നൈസ് ഒരു ഡയലോഗ് പറഞ്ഞിട്ട് ലാലേട്ടൻ ഇങ്ങനെ നട്ടന്നങ്ങ് പോവും. ആ സീൻ സൂപ്പറാണ് കേട്ടോ, സൂപ്പർ സീൻ. നിങ്ങൾ ഇല്ല തീർന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരില്ലേ, നേരെ പോയിട്ട് ആ തുടരുന്ന ഒരു സിനിമ എടുത്ത് നിങ്ങളൊക്കെ കണ്ടോ, അടിപൊളി. മോഹൻലാലിൽ നിന്ന് ഒരു മലയാളി പ്രതീക്ഷിക്കുന്നത്. ഞാൻ എമ്പുരാൻ സിനിമ കണ്ടിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഭയങ്കര പ്രതീക്ഷയോടെ പോയി കണ്ട. പിന്നെ അതിനകത്തൊരു നെഗറ്റീവ് പറയുമ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ കുറേ ആൾക്കാർ വന്ന് അന്നത്തെ വിവാദത്തിൻ്റെ പേര് ബഹളം വെച്ചു. എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ ഫസ്റ്റ് ലൂസിഫറിൻ്റെ പകുതി പോലും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല, ഇമോഷണലി കണക്റ്റ് ആവുന്നില്ല. മോഹൻലാലിൻ്റെ കോസ്റ്റ്യൂം തന്നെ വലിയ ഒരു കണക്റ്റ് ആവാത്ത രീതിയിലുള്ള കോസ്റ്റ്യൂമും ഒന്നും ആവുന്നില്ല. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എമ്പുരാൻ സിനിമ OTT വന്നതിന് ശേഷം വലിയ ട്രോളൊക്കെ വരെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അന്ന് നമ്മൾ പറഞ്ഞപ്പോൾ നാട്ടുകാർ മുഴുവൻ നമുക്കെതിരായിരുന്നു. എന്നാൽ തുടരും എന്ന് പറയുന്ന സിനിമ, ഇതാണ് മോഹൻലാലിൻ്റെ പടം. ഇതിനകത്തൊരു കണക്ഷനുണ്ട്, ഒരു ലൈഫുണ്ട്, ഒരു ഫാമിലിയുണ്ട്, അവരനുഭവിക്കുന്ന ചില ബുദ്ധിമുട്ടുകളുണ്ട്. മോഹൻലാലിൻ്റെ ക്യാരക്ടറിലേക്ക് വന്നു ചേർന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഇത് ചുമ്മാ വെറുതെ അവിടുന്ന് ഇവിടുന്നൊക്കെ വെച്ചുകൊണ്ട് ഇറാഖ് കാണിക്കുന്നു, അമേരിക്ക കാണിക്കുന്നു, റഷ്യ കാണിക്കുന്നു, ഇങ്ങനല്ല. ഒരു ലൈഫിലേക്ക് വന്നു ചേരുന്ന കുറച്ച് പ്രശ്നങ്ങൾ, അത് നമ്മളെ കണക്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മുടെ നാടിൻ്റെ ഒരു രീതികൾ, സ്ഥലങ്ങൾ, ആൾക്കാർ, ആ കാറ്, ഇതെല്ലാം കൂടെ കണക്ട് ചെയ്ത് വെക്കുന്ന ലാലേട്ടൻ്റെ നല്ലൊരു പടമാണ്. ഞാൻ അങ്ങനെ എല്ലാവരോടും പറഞ്ഞിട്ടില്ല ഇതെങ്ങനെ ഒരു പടം പോയി കണ്ടു നോക്കും, നിങ്ങൾക്ക് നഷ്ടമൊന്നും തോന്നത്തില്ല. നല്ലൊരു മോഹൻലാലിൻ്റെ പടം, അതും വർഷങ്ങൾക്ക് ശേഷം നല്ലൊരു ഡയറക്ടറിൻ്റെ കൈ കിട്ടിയപ്പോൾ മോഹൻലാലിനെ വെച്ച് നല്ല രീതിയിൽ പുള്ളിക്കാരൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ എല്ലാ വർക്കും, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെന്നുണ്ടെങ്കിലും, പാട്ടുകളാണെന്നുണ്ടെങ്കിലും, ക്യാമറ വർക്കാണെന്നുണ്ടെങ്കിലും, എല്ലാ വർക്കും 100% നല്ല പെർഫെക്റ്റായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ആദ്യത്തെ ഒരു അരമണിക്കൂറുണ്ടല്ലോ, നിങ്ങൾക്ക് പഴയ ലാലേട്ടൻ എന്താണ്ട് ഇങ്ങനെ ഫ്രെയിമിൽ കാണാം. ആ കളിയും ചിരിയും കോമഡിയൊക്കെ ആയിട്ട് അതേട് പേജ് കിടന്ന് ഫോളോ ചെയ്യുക കേട്ടോ.